കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പൈസയൊക്കെ ഞാൻ തരാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒരാളും ഇതറിയരുത്. നീ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ഓക്കെ ആയി ഉറപ്പിച്ചു കഴിഞ്ഞിട്ട് വേറൊരാൾ അറിയാൻ പാടുള്ളൂ. പറഞ്ഞു തന്നെ പറഞ്ഞ സീലാകാക്കല്ലേ, പോയി കാശെടുത്തോണ്ടാ തരാടാ. നല്ല കാര്യത്തിനല്ലേ. നല്ല കാര്യം അറിയുമ്പോഴാണ് ഗതികേടുകൊണ്ടാണ് ഒന്നും തോന്നരുതിട്ട് എന്നോട്. ഗോവ, നമ്മള് തൃശ്ശൂര് വരെ എന്തായാലും പോവല്ലേ? അതെ. അപ്പൊ ആ സ്ഥിതിക്ക് സെക്രട്ടറിനെ കണ്ട് തിരിച്ചു വരുമ്പോഴേ നമുക്ക് തൃശ്ശൂര് കാഴ്ച ബംഗ്ലാവിലൊന്ന് കയറാട്ടോ. അല്ല, ഞാൻ കൊറേ കാലമായി ഒന്നിങ്ങനെ അവിടെ പോയിട്ടൊക്കെ. എന്തായാലും അതുവരെ പോവല്ലേ നമ്മള്? അതെ. പറ്റിങ്ങ അതിരപ്പള്ളിയും പോവാം, കുളിക്കുകയും ചെയ്യാം. നീ കുളിക്കുകയോ? പിന്നെന്താ? പിന്നെ കാശൊന്നും കൂടുതൽ വാങ്ങരുതെന്ന് പറയണം കേട്ടോ, അയാൾക്കും സ്ഥലം കാണാലോ. ഹലോ. ആ പറഞ്ഞോളൂ. അതെ, പങ്കിയാണ്. അയ്യോ, അതെയോ? ഇത് എപ്പോഴാണ്? ദൈവമേ. അല്ല, ഇതിപ്പോ വീട്ടിലേക്ക് മാറി എന്നൊക്കെ പറഞ്ഞ കൊണ്ട്. അതെ അല്ലേ? ഓക്കെ 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 ഓക്കെ. ഞാൻ പറയാം. ഓ ശരി ശരി ശരി. എന്താണ് തോബാ, നമ്മുടെ സെക്രട്ടറി പോയി. എങ്ങോട്ട്? കാശിക്ക്. എടാ, തട്ടിപ്പോയിന്ന്. ഇന്നലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പുള്ളിക്ക്. പറഞ്ഞിട്ട കാര്യം, ആയുസ് തീർന്നാ കഴിഞ്ഞില്ലേ? ഇതിപ്പോ പെട്ടെന്നൊരു നെഞ്ചുവേന വന്നിട്ട് ആശുപത്രി പോയതാന്ന്. ആ പോകുന്ന വഴിക്ക്. എന്തൊരു കഷ്ടമാണ് നോക്കി. എന്നൊരു കാര്യം ചെയ്യാം, ഉള്ളേരുന്ന് നമുക്ക് പുള്ളിയുടെ വീട്ടിൽ ചെന്നിട്ടേ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തിട്ട് വേഗം തിരിച്ചു വരാം. എങ്ങനെയുണ്ടാവും? എന്തിനാ പിന്നെ അങ്ങോട്ട് പോണത്? നമ്മളിപ്പോ ഇവിടുന്ന് കഷ്ടപ്പെട്ട് കാറും വിളിച്ചിട്ട് പുള്ളി മരിച്ചു കിടക്കണ കാണാൻ അവിടെ ചെന്നിട്ടുണ്ടെന്ന് പുള്ളി അറിയോ? ഇല്ലല്ലോ. വേറെ ഒരു അനാമത്ത് ചെലവുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, പാർട്ടി ഓഫീസിലൊക്കെ ഒന്ന് അറിയിച്ച എല്ലാവരും ഒന്ന് അറിയിച്ചിട്ടേ നാളെ ഒരു അനുശോചനം സംഘടിപ്പിക്കാം നമുക്ക്. അത് മതി. അപ്പൊ നമുക്ക് തൽക്കാലം വണ്ടി വിളിച്ച സ്ഥിതിക്കേ ഒന്ന് കറങ്ങിയിട്ട് വരാം. എങ്ങോട്ട്? എവിടെയെങ്കിലൊക്കെ, അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം വേണ്ട. എന്നതൊക്കെ തന്നെയല്ലേ പണി. അവിടെ പോയിട്ട് വരുന്ന വഴിക്ക് നിന്നെ ഞാൻ വീട്ടിലിറക്കാം. പിന്നെ ഞാൻ നേരെ വണ്ടിയായിട്ട് വീട്ടിൽ പോയിട്ട് അവനെ പിരിച്ചു വിടാം. എന്നാ തോന്നി? അതേ, അതിരപ്പള്ളിക്കാണ്ട് പോട്ടെ. അങ്ങനെ ഒരാളും കൂടി പോയി. സീതാലക്ഷ്മി, എന്താ? ഒരു കട്ടൻ ചായ പറഞ്ഞിട്ട് സമയം എത്രയാടി? എടുക്കുവാ. എന്താ ചായ? അതെ, ഇവിടെ ഇരുന്നോണ്ട് ഓർഡർ ഇടുന്ന പോലെയല്ല. ഞാൻ അവിടെ ചെന്ന് ഓർഡർ ഇട്ട ചായ ഉണ്ടാവില്ല, ഉണ്ടാക്കി കൊണ്ടുവരണം. രമണന്റെ കാറാണല്ലോടി. അല്ല, ഇതാരും രമണനോ? വാ ഇരിക്കും രമണ. ഇന്നലെ വന്നപ്പോഴേ എന്തായാലും സാധനം വല്ലതും മറന്നു പോയോ? ഇല്ലളിയാ. സീതേ, രമണന് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തു? വേണ്ട, ഒന്നും വേണ്ട. എനിക്കേ എന്തെങ്കിലും കാര്യം പറയണമെന്ന് തോന്നിയാ അതപ്പം തന്നെ പറയാം. അത് എന്ത് വേണേലും പറയാമല്ലോ, ഒന്നും മൂടി വെക്കണ്ട. എനിക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നൊരു സംഗതി ഇന്നുണ്ടായി. ഷൈന മോളെ, കുറച്ച് വെള്ളം എന്താ കുടിക്കാൻ? വേണ്ട വേണ്ട. എന്താ എന്താ പറ്റിയേ? എനിക്ക് വയ്യേ. നീ നോക്കി എന്റെ നെറ്റി വേർക്കണ്ട.
ചെറുതായിട്ടുണ്ട്. എന്താ പറ്റിയെന്ന് പറ. അതെ, അമ്മയ്ക്കൊരു അബദ്ധം പറ്റി. എന്താ അബദ്ധം? ഞാൻ പറയാം, പക്ഷെ നീ ആരോടും പറയരുത്. ഇല്ല അമ്മ പറ. ഞാനേ പങ്കീനെ രമണന്റെ വീട്ടിൽ പറഞ്ഞയച്ച്. എന്തിന്? ആരതിയില്ലേ, അവളെ അനന്തനൊന്ന് ആലോചിക്കാൻ വേണ്ടിട്ടാ. ആഹാ, അതിനിടയ്ക്ക് അമ്മ അതും ആലോചിച്ചോ? ഓ, പറ്റിപ്പോയി. ഇപ്പൊ രമണൻ അവിടെ വന്നിരിപ്പുണ്ട്. അയാൾക്ക് ഇഷ്ടായില്ലെന്ന് തോന്നണേ. ബലരാമേട്ടനെങ്ങാനും അറിഞ്ഞ എന്നെ കൊല്ലുന്ന്. അപ്പൊ കൊല്ലുമെന്ന് അറിയാം, എന്നിട്ട് ഇതൊക്കെ ചെയ്തു വെച്ചേ. ഓ, ഈ നേരത്തെ തന്നെ വേണം ഇതൊക്കെ പറയാൻ. അമ്മേ, അമ്മ ഇങ്ങനെ ടെൻഷൻ ആവാതെ. അച്ഛൻ അറിഞ്ഞപ്പോ എന്താ സംഭവിക്ക? അമ്മയോട് ചോദിക്കും, ചിലപ്പോ ഒന്ന് പൊട്ടിക്കും, അത്രയല്ലേ ഉള്ളൂ. ഷാഹിന, അല്ല, ഞാൻ ഒരു മുൻകരുതലിന് പറഞ്ഞെന്നുള്ളൂ. അമ്മ ടെൻഷൻ ആവണ്ട. അമ്മേ, സാരില്ല. എന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, പിന്നെന്താ? എന്നാലും ഇപ്പൊ ഇവരൊക്കെ കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എനിക്ക് ആലോചിക്കാൻ പറ്റണില്ല എന്റെ കുട്ടിയെ. അമ്മേ, ഒരു കല്യാണാലോചനയല്ലേ, അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഇതിപ്പോ രമണനമ്മാവൻ സമ്മതിച്ചാലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ? അല്ല, അനന്തേട്ടൻ കൂടി സമ്മതിക്കണല്ലോ. എന്നാലും എനിക്ക് ആകെ കൂടി ഒരു വെപ്രാളം. ഒന്നുമില്ല, സമാധാനായിട്ടിരിക്കുക. സീതാലക്ഷ്മി, ഒന്നിങ്ങി വന്നേ. വിളിക്കുന്നു. ചെല്ല്, എന്താന്ന് ചോദിക്കാദ്യം. എനിക്കൊരു സമാധാനമില്ല. ഒന്നുമില്ല, ചെല്ല്. സീതേ, ഇങ്ങോട്ട് വരാൻ. എനിക്ക് പേടി കേട്ടു. അയ്യ, നീ കൂടെ വാ. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്ക. വാ. ഞാനില്ല. അയ്യോ, നീ വാ. സീതാലക്ഷ്മി. അതെ വരുന്നേ. ഇപ്പൊ തന്നെ പറയണോളിയാ? ഇപ്പൊ തന്നെ പറയണം, താമസിപ്പിക്കണ്ട. എന്താ ബലരാമേട്ടാ? നീ എന്ത് മര്യാദകളാണ് ഈ കാണിച്ചത്? എന്താ? എടി, ഒരാള് വീട്ടിൽ വന്നാലേ അയാളെ മൈൻഡ് ചെയ്യാതെ അകത്തോട്ട് കയറി പോകുന്ന മര്യാദകളല്ലയോ? അയ്യോ, അത് ഞാൻ ബലരാമേട്ട. രമണൻ വന്നത് എന്തിനാന്നറിയോ? ഇല്ല, അറിയതല്ല. പറ രമണ. അല്ല, അത് അളിയൻ തന്നെ പറ. അല്ല, രമണൻ പറഞ്ഞാൽ മതി. അളിയൻ പറഞ്ഞാൽ മതി. അല്ല, രമണൻ പറഞ്ഞാതെ അല്ല, അതിന്റെ ആ വൈകാരികതയോടെ കിട്ടത്തുള്ളൂ. പെങ്ങളെ, ഇന്നലെ ഞാനും ആരതി ഇവിടെ വന്നിട്ട് പോയില്ലേ? അതിനുശേഷം തിരിച്ചു വന്നപ്പോ അവളൊരാഗ്രഹം പറഞ്ഞു. അവൾക്ക് വീണ്ടും ഇങ്ങോട്ട് വന്നോന്ന്. ഇവിടെ അവൾക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവിടത്തെ പഴയ ഓർമ്മകളാണ് അവളെ സ്വാധീനിച്ചത്. ബാക്കി ഞാൻ എങ്ങനെ പറയാ? അളിയൻ തന്നെയാണ് പറ. സീതേ, നമ്മുടെ അനന്തന് ആരെയും ഒന്ന് ആലോചിക്കാൻ വേണ്ടിയാ രമണൻ ഇങ്ങോട്ട് വന്നത്. അതിനെന്താ? ആങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും തടസ്സം പറയോ? കുട്ടികളുടെ യോഗം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. ഇതേ എവിളി ആവേശത്തിന്റെ പേര് പറയുന്നതാ. അത് നമ്മളത്ര കാര്യമൊന്നും നോക്കണ്ട. ഈ കല്യാണം കഴിക്കുന്നതേ അനന്തനാ, മനസ്സിലായോ? അനന്തൻ ഇങ്ങോട്ട് വന്നോട്ടെ, അവനോട്ട് ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. അനന്തനുമായിട്ട് ആലോചിക്കാനൊന്നുമില്ല, അവന് സമ്മതം. അപ്പൊ നിനക്കെങ്ങനെ അറിയാം? എന്നെ മോനല്ലേ, എനിക്ക് അറിഞ്ഞൂടെ? അല്ല, അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് നിന്നോട് പറഞ്ഞോ? അത് പറഞ്ഞില്ല, പക്ഷെ എന്നാലും ഒരു എന്തായാലും ഇല്ല. കിട്ടുന്ന അനന്തനാ, അവനുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. അവളെ അയ്യോ, ഒന്നും വേണ്ട അവളെ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഇന്ന് വേണമെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും തന്നിട്ടേ ഞാൻ വിടത്തുള്ളൂ. എന്നാ പിന്നെ മർഹബത്തുള്ള ഉലുമ. ശരി എന്നാ. അല്ല, ഇപ്പൊ എന്താ രമണൻ പറഞ്ഞത്? അറബിയാ, ഉപ്പുമാവ് മുട്ടക്കറി മതി എന്ന് പറഞ്ഞതാ. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? ആ കൊച്ചിന് അറബി അറിയാമോ? പിന്നെ പൊളിഞ്ഞ്. ഹലോ വിലാസിനി. സീതാലക്ഷ്മി. കൊട്ടിലപ്പാട്ട്. വൈശാഖൻ എങ്ങനെയുണ്ട് ഇപ്പോ? അത് നല്ലതാ. ഓ, ഞാൻ ചുമ്മാ വെറുതെ അങ്ങനെ ഇരുന്നപ്പോ നിന്നെ ഓർത്ത് അപ്പൊ വിളിച്ച്. വിശേഷം, ഒരു ചെറിയ വിശേഷം ഉണ്ട്. നമ്മുടെ അനന്തനെ കല്യാണം ഏതാണ്ടൊക്കെ ഓക്കെ ആയ പോലെയാ. പെണ്ണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാ. രമണന്റെ മോള് ആരതി. ഞങ്ങൾക്കൊന്നും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല.
പിന്നെ അവൻ വന്ന് കാല് പിടിച്ച് പറഞ്ഞോണ്ടാ. ആ ആ സ്വത്തൊക്കെ ഒരുപാടുണ്ട്. അത് ആർക്ക് വേണം സ്വത്ത്? ഹലോ 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 കട്ടായി. കട്ട് ചെയ്തതാ കുശുമ്പേ. സീതാലക്ഷ്മി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എടി എന്തെങ്കിലും ആയിട്ട് വിളിക്ക്. ചെറുക്കനാന്നേ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇത് നടക്കുമെന്നൊരു ഉറപ്പും ഉണ്ടായിട്ടില്ല. അതെ, നടക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കായില്ലായിരിക്കും, പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ട് നടക്കുമെന്ന്. ഹോ, ആ സരോജത്തിനെ കൂടെ ഒന്ന് വിളിക്കട്ടെ. റിങ് ചെയ്യുന്നുണ്ട്. ഹലോ സരോജ, സീതാലക്ഷ്മിയാ. എന്തുകൊണ്ട് വിശേഷം? അറിഞ്ഞോ? ആ അതെ, അനന്തന്റെ കല്യാണ. ആര് പറഞ്ഞു? ലളിതയോ? ആ ആ ശരിയാ ശരിയാ. ആ എന്നാ ഓക്കെ. കണ്ട ലളിതയില്ലേ ഞാൻ ആദ്യം വിളിച്ചേ, അവള് വിളിച്ച് സരോജത്തിനോട് പറഞ്ഞേക്കുന്നു. ന്യൂസ് കാട്ടുതീ പോലെ പോകുന്ന കണ്ട. അതാണ്. ഇനിയിപ്പോ ഞാൻ ആരെയും വിളിക്കണ്ട. അയ്യോ, ഓമനെ കൂടെ ഒന്ന് വിളിക്കട്ടെ. ഓമനെ വിളിക്കാൻ നടക്കുന്നു. ഇവിടെ എല്ലാവരോടും വിളിച്ച് കൊതിപ്പിച്ചാലേ ഇത് അഥവാ നടക്കാതെ വന്ന ഒരു കൂട്ടത്തോടെ വന്ന് എന്നെ കൂവി വിളിക്കുന്നു. അറിയാം? ആ കൂവിക്കോട്ടെ, ഞാൻ അതങ്ങ് സഹിച്ചു. നിങ്ങൾക്ക് എന്താ ഫോണിങ് എന്നേ? എല്ലാം തരത്തില്ല. തരത്തില്ലേ? തരത്തില്ലെന്നല്ലേ പറഞ്ഞു. പിന്നെ എന്തുവാ? ഉറപ്പാണോ? ഉറപ്പ്. ആഹാ, ഇവിടെ വേറെ ഫോൺ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യടാ. അയ്യാ, ചെന്ന് നോക്കിയാട്ടെ. ചെല്ല്, ആരെങ്കിലും എടുത്തോണ്ടേ ചെല്ല്. ആ ഇവിടെ എടുത്തിക്കോ, ഇവിടെ എടുത്തിക്കോ, കുഴപ്പമില്ല. ഇവിടെ വന്നോട്ടെ. അയ്യോ, പൈസ എത്ര? 1200. ശരിയല്ലേ? ഇതിനാ പോയതേ. എന്തായി പോയിട്ട്? പോയ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത് ചേച്ചി. ഞാൻ കാറായിട്ട് അങ്ങോട്ട് ചെന്നപ്പോ എന്താ സ്വീകരണം! വിളിച്ചിരുത്തണു, ജ്യൂസ് തരണു, ജ്യൂസ് കൂട്ടിപ്പിക്കണു. ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞാൻ കാര്യം അങ്ങോട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? എന്താ പറയാനുള്ളത്? നമുക്ക് എന്തിനാ മടി? മുഖം നോക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു, കൊട്ടിലപ്പാട്ട് അനന്തിന് നിങ്ങളുടെ കുട്ടിയെ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താന്ന് ഒറ്റ ചോദ്യാ. അതങ്ങട്ട കേട്ടോടുകൂടെ ഇയാള് ചാടിയിട്ട് എണിട്ടില്ലേ? ആര്? രാവണൻ. രമണന്റെ വീട്ടിലേക്കല്ലേ ഞാൻ പോയത്. എന്നിട്ട് അയാൾ എന്നോട് ചോദിക്കുക, ഇങ്ങനൊരു ആലോചനയായിട്ട് എന്റെ ഉമ്മറത്തേക്ക് കേറി വരാൻ നിനക്ക് ആരാടാ ധൈര്യം തന്നെന്നാ. തങ്ങിട്ട് കേട്ടോടുകൂടെ എന്റെ പെരുപെരല് മുതലും കിട്ട് തരിച്ചിങ്ങോട്ട് കേറിന്റെ ചേച്ചേ. പിന്നെ അവിടെ ഉണ്ടായ കാര്യം എന്താന്ന് ഞാൻ ചേച്ചിനോട് പറഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി എന്റെ ചേച്ചിക്ക് ഇല്ല, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയണില്ല. കേക്കണോ ചേച്ചിക്ക്? പിന്നെ അയാൾ എന്നെ തല്ലിയില്ലാന്നേ ഉള്ളൂ. അത് സാരില്ലടാ, അത് ഞാൻ തരാം. എന്റെ 2000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. ഒറ്റയടിക്ക് 2000 ഉറുപ്പ്യ വെച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് തരാനാ ചേച്ചി? എന്റെ കണ്ണിന്റെ മുമ്പില് നീ നിന്നെ കണ്ടുപോരുത്. കരുത് പോടാർന്ന്. എന്തുണ്ടായണാവോ? വേണ്ട. ഇത് അത്ര ദൂരെ പോകാൻ പറ്റത്തില്ല. ഇവിടെയാ നിക്കണ്ടേ. അതിൽ കള്ളക്കളി. നിങ്ങൾ കളിക്കുന്നുണ്ട്. എനിക്ക് കാണുന്നില്ല.
ഇവിടെ ഇരിക്കുന്നേ? എന്തോ ചുമ്മാവാ? ഉണ്ട പപ്പടം. മനുഷ്യനെ സ്വസ്ഥമായിട്ട് ഒരു ഭാഗത്ത് ഇരുത്താനും സമ്മതിക്കില്ല. എന്തെങ്കിലും വിഷമമുണ്ടോ? ഒരു വിഷമവും ഇല്ല. മനുഷ്യനെ സ്വസ്ഥമായിട്ട് എവിടെ ഇരിക്കാനൊന്നും സമ്മതിക്കോ? അല്ല പിന്നെ ഇപ്പൊ എന്റെ സുഖവിവരങ്ങൾ അറിയണ്ട. ഓരോരോ പണികളും കാട്ടി വെച്ചിട്ട് കുഞ്ചാവട്ടെ. ഇത് കുഞ്ചാണ് കളിക്കണ്ടേ? ഇത് അതെ അതെ അതെ. ഇനി എന്റെ അല്ല, ഇനി കുഞ്ചു. അമ്പോ, മൂന്നാളും വലിയ കളിയായിരുന്നു തോന്നുന്നു. അമ്മ ഞാൻ പറഞ്ഞ ചോക്ലേറ്റ്, ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സെയിം ചോക്ലേറ്റ് ഇല്ല, പക്ഷെ അതിൽ നല്ല ചോക്ലേറ്റ് ആയിരുന്നു. വേണോ ഇനി നിനക്ക്? കുഞ്ഞിന് ഇനി വേണോ? അപ്പൊ എനിക്കില്ലേ? അയ്യോടി, എനിക്ക് മുട്ടായി വേണ്ട, എനിക്ക് കളിപ്പാട്ടം മതി. കളിപ്പാട്ടമ്മ അടുത്ത ആഴ്ച വാങ്ങിച്ചു തരാം. വേർത്ത് കുളിച്ചല്ലോ നിന്നെ. ഇത് വാ, മേലെ ഒഴിക്കാം. വാ ചേച്ചി ഒന്ന് നിന്നേ. മക്കൾ അതോട്ട് ചെല്ലിട്ട് അമ്മ ഇപ്പൊ വരാം. എന്താ? ഒരു വിശേഷം പറയാനുണ്ട്. വിശേഷോ? എന്നിട്ട് വാപ്പാനെ അറിയിച്ചാ? വാപ്പേനെ എന്തിനാ അറിയിക്കുന്നേ? ഒന്ന് പോന്നെ അവിടുന്ന്. വിശേഷം ഉണ്ടെങ്കിൽ പിന്നെ വാപ്പാനെ അറിയിക്കണ്ടേ? എത്ര ആഴ്ചയായി? എനിക്ക് വിശേഷം ഉണ്ടെന്നല്ല. പിന്നെ ഒന്ന് പോ ചേച്ചി. വിശേഷം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണോ? ഇതൊന്നുമല്ല. പിന്നെന്താ? ഇത് കുറച്ച് സീരിയസാ. എന്ത് സീരിയസ്? അതൊക്കെയുണ്ട്. ചേച്ചി ഏതായാലും വന്ന് കയറിയതല്ലേ ഉള്ളൂ. പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ചു വാ. നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? വെറും വയറ്റ് കേട്ടാ ചിലപ്പോ താങ്ങില്ലായിരിക്കും. എന്താ അങ്ങനെ? അതൊക്കെയുണ്ട്. എന്താ പിന്നെ നീ എന്തിനാ ഇപ്പൊ പറഞ്ഞത്? അപ്പൊ പറഞ്ഞ പോരായിരുന്നോ? അതിലൊരു ത്രില്ലില്ല. ആ ചേച്ചി ഏതായാലും പോയിട്ട് ഞാൻ പറഞ്ഞൊക്കെ ചെയ്തിട്ട് വാ. ഇതിപ്പോ എന്തായിരിക്കും? വയറടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞേ. അയ്യോ, ഇനി അമ്മ എന്റെ അനന്തന്റെ കാര്യം അറിഞ്ഞിട്ട് എന്നെ പട്ടിണി കിടാനുള്ള വല്ല പരിപാടിയാണ്. അമ്മാവന് എന്ത് പറ്റിയ? മൊത്തം നെഗറ്റീവ് വൈബാണല്ലോ. ഈശ്വരാ കാത്തിരഷ്ടോണേ. എന്തേട്ടാ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നേട്ടാ? ഇവിടെ എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടെന്ന്. ഇപ്പൊ അങ്കിയമ്മാവനൊക്കെ ഒരു സൈഡിൽ മൊത്തം മൂഡ് ഓഫ് ആയിട്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കുശുശാന്ന് സംസാരിച്ചോണ്ടിരിക്കുക. എന്നോടൊന്നും പറയുന്നില്ലെന്നേ. മോള് വന്നോ? വന്നമ്മേ. അമ്മേ, അമ്മ വന്നു ഇവിടുത്തെ. ഞാൻ അങ്ങോട്ട് വിളിക്കാവേ. അമ്മയായിരുന്ന? അമ്മയായിരുന്നു. മോളെ, ഇന്നിവിടെ ഒരു വിശേഷം ഉണ്ടായി. എന്ത് വിശേഷം അമ്മേ? രമണൻ വന്നു. അത് കഴിഞ്ഞ ദിവസം വന്നതല്ലേ, ഞാൻ ഉണ്ടായിരുന്നല്ലോ. അല്ലെന്ന്, ഇന്ന് പിന്നെ വന്നു. എന്തേ? അവന്റെ മോളെ ആരതിയില്ലേ, അവളെ അനന്തനെ കൊണ്ട് കെട്ടിക്കോന്ന് ചോദിക്കാൻ. അത് നല്ലതല്ലേ? എനിക്ക് നല്ല സന്തോഷായി മോളെ. നീ ഭയങ്കര ആഗ്രഹമായിരുന്നേ. എന്ത്? ആ കുട്ടീനെ അനന്തം കല്യാണം കഴിക്കണം എന്നുള്ളത്. ആണോ? എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? ഞാൻ സമ്മതിക്കൂലേ. പക്ഷെ ഈ ബലരാമേട്ടനുണ്ടല്ലോ, അതിന്റെ ഇടയിൽ കയറി ഉടക്ക് വെച്ചു. എന്തുടക്ക്? ആനന്ദനോട് ചോദിച്ച് ആലോചിച്ചിട്ടൊക്കെ ഉറപ്പിച്ചാ മതി. അല്ല, അത് ശരിയല്ലേ. അനന്ത സാറിനോട് ചോദിച്ചിട്ട് വേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. അവനോട് എന്താ ആലോചിക്കാൻ? ഇവിടെ ഞാൻ തീരുമാനിക്കും, ഇവരൊക്കെ അനുസരിക്കും, അത്രേ ഉള്ളൂ. അല്ല, അതെനിക്കറിയാം. എന്നാലും അങ്ങനെ അല്ലല്ലോ. അനന്ത സാറിന്റേതായിട്ടുള്ള സങ്കല്പമൊക്കെ കാണത്തില്ലേ? അപ്പൊ അമ്മയൊന്ന് ചോദിച്ചു നോക്ക് എന്തായാലും. എന്ത് സങ്കല്പം? അങ്ങനെയൊന്നും ഇല്ലാന്നേ. അവനവളെ ഇഷ്ടാണ്. ഇവിടെ വന്നപ്പോ അന്ന് കണ്ടില്ലേ പറമ്പ് മുഴുവൻ കൊണ്ടുനടന്ന് കാണിക്കണത്. എന്തായാലും സാറിന് നമുക്ക് ഓഫീസിലൊക്കെ വെച്ച് അറിയാമെന്ന് വെച്ചിട്ടേ
സാറിന് സാറിൻ്റെതായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ എന്തായാലും ഒന്ന് ചോദിച്ചേക്ക്. ഇനിയിപ്പോ അവൻ വരട്ടെ. ഇതിപ്പോ ഫോണിലൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. വരുമ്പോ സംസാരിക്കാം. മോള് ചായ കുടിക്കും. ഓഫീസിൽ നിന്ന് ക്ഷീണിച്ച് വന്നതല്ലേ. എനിക്കാണെങ്കിലേ സന്തോഷം കൂടെ നിക്കാൻ പോയി എന്റെ മുഖത്തെ.